പ്രവാസിക്കിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ആഴ്ചയായി കണ്ടിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായിട്ട് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റുന്നില്ല. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ വെറൈറ്റി ഐറ്റമാണ്. വെറൈറ്റി ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ഫ്രണ്ടിന് സത്യരാജ് എന്ന് പറഞ്ഞിട്ട് അവൻ ശ്രീലങ്കൻ സ്പെഷ്യൽ ശ്രീലങ്കാരനാണ്. അപ്പോൾ ശ്രീലങ്കൻ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് അതാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നേരെ കിച്ചണിലേക്ക് പോകാം. Close till I get up. Time is barely on our side. സത്യരെ കട്ട് ചെയ്ത് റെഡിയാക്കാണ്. ലീക്സ് അല്ലേ ഇടത്? ലീക്സും ക്യാരറ്റും ബീൻസും മാത്രം മതി അല്ലേ? അപ്പൊ എന്താ പറയുന്നുണ്ട്, സാധാ ലീക്സ് അല്ല, ഇത് വേറെ സാധനമുണ്ട്. അതെന്തുണ്ടാ അവിടെ? അരി എഴുതുന്നുണ്ട്. 2 kg പാക്കറ്റാണ്. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം റെഡിയാ സൽമാനെ? അരി ഇടുന്ന്, വെള്ളം തിളച്ചിട്ടുണ്ട്. അരി ഇട്ട് കൊടുക്കാണ്. 2 kg അരിയിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇടുന്നുണ്ട്. മഞ്ഞപ്പൊടി എത്ര ഇടുന്നത് സത്യം? 1 സ്പൂൺ അല്ലേ? 1 സ്പൂൺ ഓക്കെ. 1 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 5-6 പീസ് ഏലക്ക. ചോറ് ഒറ്റ പിടിക്കില്ല പഠിക്കത്തുമ്പോൾ. ചോറൊക്കെ ചൂടാറി നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അടിക്കുക. അപ്പം പിന്നെ അടിക്കാൻ പോണ് സത്യരാജ് ഫ്രൈഡ് റൈസ് അടിക്കാൻ പോണ്. കടായി വെച്ചിട്ടുണ്ട്. കടായി ചൂടായിട്ടുണ്ട്. കടായി ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് യൂസാക്കുന്ന തവിയിൽ കുറച്ച് ബട്ടർ. നന്നായി എണ്ണ ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഫുൾ ഫ്ലെയിം അല്ലതാ, ഫ്ലെയിം തീ ഫുള്ളാക്കിയിട്ടുണ്ട്. ഫ്ലെയിം ഫുള്ളാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് അത് അലിഞ്ഞ് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 3 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അത് നന്നായിട്ട് മൊരിയുന്നവരെ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കും. അത് മൊരിയുന്നവരെ വെയിറ്റ് ചെയ്യും. ഒരു മാഗി സ്ക്യൂസ്, ഒരു പീസ് മാഗി സ്ക്യൂസ് നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ പറ്റും. ചിക്കൻ്റെ ഒരു ഫ്ലേവറാണ്. ഇനി ഒരു 5 എഗ്ഗ്, നമുക്ക് പഠിക്കുന്ന റൈസിന് ഒരു 5 എഗ്ഗ് അത് ഒഴിച്ചു കൊടുക്കും. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ആവശ്യത്തിന്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കും. ഇനി മുട്ട ഒന്ന് വേഗണം. വേകുന്നവരെ നമ്മൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. മുട്ട ഒന്ന് വേകുന്നവരെ. മുട്ട വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കുക. ബീൻസ് ഒന്ന് വെന്ത് അതിനോട് ബീൻസ് ആദ്യം ഇട്ട് കൊടുക്കുക. ക്യാരറ്റും ലീക്സും നമുക്ക് ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല. ബീൻസ് ഫസ്റ്റിൽ ഇട്ട് കൊടുക്കണം. ബീൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം, അല്ലെങ്കിൽ ബീൻസിൻ്റെ ടേസ്റ്റ് വരുന്നത്. കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് 1 സ്പൂൺ, 1/2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് സോയാ സോസ്. ഇനിയിപ്പോൾ റൈസ് ഇട്ട് കൊടുക്കണം നമ്മ. ഇതിപ്പോൾ ഈ കടായിൽ എത്ര അടിക്കാൻ പറ്റുന്നോ ആ ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കുന്നു.
ഇനി മൊത്തം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ലീക്സും ക്യാരറ്റും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിക്കാൻ പോവാണ്. നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളെ ഫ്രൈഡ് റൈസ് റെഡിയായി. ഈസിയാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ റെഡി ആവുന്നു സംഭവം. 10 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത് നമ്മളെ നാട്ടുകാരനാണ്, രാജേഷ് എന്ന പേര്. അടിപൊളിയായിട്ട് പാട്ടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രാജേഷിനെ കേട്ടോ. അപ്പൊ നമുക്ക് കാണാം രാജേഷിന് ഒരു സൂപ്പർ പാട്ട്, തമിഴ് പാട്ടുണ്ടാ, അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുന്ന ആളുടെ. நடுவே அடைவிடவாதனியே படையினவே உலகே பார்த்தேன் புதைவடகில் விழுந்தேன் புதைவிடவே இருந்தேன் குருநகையில் இருந்தேன் நீ தாயே பின்னோடும் மண்ணாகும் மாடும் பெரும் மூஞ்சல் மனதோடும் கண்பட்டு முன்விட்டு போகும் என ஏதோ மயிலும்
ഞാനും ഭൂമിയുടെ സജി ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ ആരാരിരാരോ ആരാരിരാരോ രാരോ രാരോ അപ്പോൾ ഞങ്ങളുടെ പാട്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെല്ലാം ലൈക്ക് അടിക്കുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കമന്റ് ചെയ്യാൻ മറക്കാണ്ട് എല്ലാവരും പാട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി കമന്റ് ചെയ്യാം. നമ്മളെ വീഡിയോസിലൊക്കെ ഇതേപോലെ ഞാൻ ഒരു പുതിയ പാട്ടുകാരെ കൊണ്ടുവരാം. സുനിലിനെ കൊണ്ടുവന്ന്, റെജിനെ കൊണ്ടുവന്ന്, സിദ്ദീഖിനെ കൊണ്ടുവന്ന്, അതേപോലെയാണ് ഇപ്പൊ രാജേഷിനെ പരിചയപ്പെടുത്തുന്നത്. ഇനി കുറെ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് പാട്ടോടാനില്ല, കുറെ ആൾക്കാരുണ്ട് നമ്മളെ കമ്പനിയിൽ പാട്ടോടുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, രാജേഷ് ഓർണായി തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.